ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗീതിക ഉണ്ണികൃഷ്ണൻ. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് എടുക്കുന്നത്. നമ്മൾ പോകുന്നത് വാഗമണ്ണിനാണ്. വാഗമണ്ണിലോട്ടുള്ള യാത്രയിലാണ്. രാവിലെ 8:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഏറ്റുമാനൂർ, പാല, ഈരാറ്റുപേട്ട, തീക്കോയി, വാഗമണ്ണ്, ഏലപ്പാറ വഴിയാണ്. ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് മൊട്ടക്കുന്നും പൈൻവാലിയും. ഇന്ന് ഈ ട്രിപ്പിൽ ഞങ്ങൾ 4 പേരാണുള്ളത്. ഞാൻ, ഹസ്ബൻഡ്, മോന്, ഒപ്പം എൻ്റെ ബ്രദർ ജഗത്ത്. ഞങ്ങൾ പോകുന്നത് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിലാണ് പാരാഗ്ലൈഡിംഗ് നടത്തുന്നതിന് വേണ്ടി. ഒരു 12 മണിയോടുകൂടി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇവിടെ 4 വീലേഴ്സിന് പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. മെയിൻ്റനൻസ് പണി ഇപ്പോഴും ചെറുതായിട്ട് നടക്കുന്നുണ്ട്. വാഗമൺ എന്ന് പറയുന്ന ക്ലബ്ബാണ് ഈ പാരാഗ്ലൈഡിംഗ് ആക്ടിവിറ്റി ഇവിടെ നടത്തുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ്. ഓൺലൈൻ ബുക്കിങ്ങും അവൈലബിൾ ആണ്. ബട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഒന്ന് കാര്യങ്ങളെല്ലാം വിളിച്ച് അന്വേഷിച്ചിട്ട് ചെല്ലുകയാണ് ഉണ്ടായത്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഓൾറെഡി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബോണ്ട് സൈൻ ചെയ്യണം. അതിനകത്ത് കുറച്ച് ഡിക്ലറേഷൻസ് ഉണ്ട്. 4200 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. 3500 രൂപ ഫ്ലൈയിങ് ചാർജ്, 700 രൂപ ഗോപ്രോ യൂസ് ചെയ്യുന്നതിന്. കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യാൻ അനുവദിക്കില്ല. ഒരു കുഞ്ഞു വാവയായിട്ട് ചന്തു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ മുതിർന്ന ആളുകളായിരുന്നു. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട്. അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പാരാഗ്ലൈഡിംഗ് എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ വളരെ നല്ലൊരു വെതറായിരുന്നു ഞങ്ങൾക്കവിടെ ഉണ്ടായിരുന്നത്. 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പാരാഗ്ലൈഡിംഗ് വാഗമണ്ണിലെ സൂയിസൈഡ് പോയിന്റിലാണ് നടത്തുന്നത്. നമ്മൾ എത്തിച്ചേരുന്ന സമയത്തെ ക്ലൈമറ്റ് അനുയോജ്യമാകണം. അതുമാത്രമല്ല, കാറ്റും മഴയും, എന്തിനധികം പറഞ്ഞാൽ മേഘങ്ങൾ വരെ കനിഞ്ഞാൽ മാത്രമേ നമുക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ. ചന്തുക്കുട്ടനും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബേബിയാണ്. സോ അവൻ വളരെ ഹാപ്പി ആയിരുന്നു. ഇതിനു മുമ്പ് മൂന്നാറിലോട്ട് ഒരു യാത്ര നടത്തിയിരുന്നു, ഫോറസ്റ്റ് കൗണ്ടിയിലോട്ട്. അന്ന് ആ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജായിട്ടും അല്ലാതെ കമൻസ് ആയിട്ടും ഒക്കെ ചോദിച്ചിരുന്നു, ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് സേഫ് ആണോ എന്നുള്ളത്. ആക്ച്വലി അതിന് വേണ്ട പ്രിക്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും നമ്മളുടെ യാത്രകളിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെടുക്കുക? പറക്കാനായിട്ടുള്ള ആദ്യത്തെ അവസരം കിട്ടിയത് എനിക്കാണ്.
സത്യം പറഞ്ഞാൽ ഹൈറ്റ്സ് കുറച്ച് പേടിയുള്ള ഒരാളാണ് ഞാൻ. എങ്കിലും ഇതുപോലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമാണ്, ഇഷ്ടമാണ്. Oh, let me up with a bright smile on now. Put me in the dark, so won't get lost now. To the moonlight, eyes you are real right now. You look into my eyes and felt a feeling that nothing got it feel like a same night. Hey, come on closer. Now I'm waiting for you, but don't hurry, oh slowly. Oh yeah, the moon is around us. You look into my eyes, together feel so high. To make up with the twilight, my only, my bestie. To my love, let me if you want tonight. Little more shining star to the sky, looking high. All the people, you're the one and only you know. Want to be with you, call my name, love. Ooh, somebody else, and that is you. Ooh, falling in with you. Not the only one doing me. You already feel it there. Give me a little more dark in the spotlight. Do I wanna know something? ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എൻ്റെ മാസ്കൊക്കെ എടുത്ത് മാറ്റാനേ മറന്നുപോയി. എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാരാഗ്ലൈഡർമാരാണ് നമുക്കൊപ്പം സഞ്ചരിക്കുന്നത്. 6000 അടി ഉയരത്തിൽ വരെ പറക്കാം എന്നുള്ളതാണ്. വാഗമണ് കോലഹടമേലിലെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്.
ഒക്ടോബർ തൊട്ട് മെയ് വരെയുള്ള സമയത്താണ് ഈ ഒരു പാരാഗ്ലൈഡിംഗ് ഇവിടെ നടത്തപ്പെടുന്നത്. പോയ ഉണ്ണിച്ചേട്ടനും തിരിച്ചു വന്നു. അടുത്ത ചാൻസിനായിട്ട് കുറേ നേരമായിട്ട് അക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു കണ്ണൻ. കാര്യം ആ സമയത്ത് കാറ്റ് വളരെ കുറവായിരുന്നു. നല്ല രീതിയിലുള്ള കാറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ പറക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും പാരാഗ്ലൈഡിങ് കഴിഞ്ഞപ്പം വൈകിട്ട് ഏകദേശം 3 മണിയായിരുന്നു സമയം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് പൊങ്ങിയപ്പോൾ കുറച്ച് പേടി എനിക്ക് തോന്നിയെങ്കിലും ഹൈറ്റ്സിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ആ പേടിയൊക്കെ മാറി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു.